അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക വറസൂലിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ യാ അയ്യുഹന്നാസു തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദത്തിൻ وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد وما أرسلنا من قبلك من رسول إلا نوحي إليه أنه لا إله إلا أنا فاعبدون. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് പടച്ചതമ്പുരാൻ്റെ കൽപ്പനകളെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഏറെ ശ്രദ്ധാപൂർവം ഉൾക്കൊണ്ടുകൊണ്ട് സത്യവിശ്വാസികളായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, ശക്തമായി വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവനെ കണ്ടുമുട്ടുന്ന ദിവസം വിശ്വാസികളിൽ വിജയികളായി തീരുവാനുള്ള തൗഫീക്കിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. തൗഹീദ് ഏറെ പ്രധാനമായ വിഷയമാണ്. ഇസ്ലാമിൻ്റെ അടിത്തറയാണ് തൗഹീദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, 5 കാര്യങ്ങളിലാണ് ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത്. അതിലൊന്നാമത്തേത് ഷഹാദത്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇസ്ലാമിൻ്റെ അടിത്തറ. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൃത്യമായി മനസ്സിലാക്കി ഹൃദയത്തിൽ രൂഢമൂലമാക്കി ആ വിശ്വാസം കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തിയാൽ മാത്രമേ ഒരു വിശ്വാസി എന്ന നിലക്ക് നമുക്ക് ഇഹപരലോക വിജയം നേടാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് തൗഹീദ്. അതിൽ പിഴച്ചാൽ നമ്മുടെ എല്ലാം പിഴച്ചു. ഇന്ന് നാം ഓതിയ സൂറത്ത് അൽ കഹ്ഫ്, അതിൻ്റെ അവസാനം ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ. നാം നമ്മുടെ റബ്ബിനെ കണ്ടുമുട്ടും. നമ്മുടെ റബ്ബിനെ കണ്ടുമുട്ടണം എന്ന ആഗ്രഹമാണ് ഒരു സത്യവിശ്വാസിയെ ഈ ലോകത്ത് പ്രതീക്ഷയോടുകൂടിയിട്ട് മുന്നോട്ട് നയിക്കേണ്ടത്. ആ റബ്ബിനെ കണ്ടുമുട്ടണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുകയാണെങ്കിൽ അവൻ്റെ റബ്ബിൽ മറ്റാരെയും പങ്കു ചേർക്കാൻ പാടില്ല. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും അള്ളാഹുവിൻ്റെ വഹദാനിയത്ത് മുറുകെ പിടിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് പരലോകത്ത് റബ്ബിനെ കണ്ടുമുട്ടാനാവുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയമായി പറയുന്ന കുറേ കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനിനെ ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തൗഹീദിൻ്റെ പ്രാധാന്യം 3 ഭാഗമാക്കിക്കൊണ്ട് തന്നെ കൃത്യമായിട്ട് പഠിപ്പിച്ചു തരുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അംബിയായിൽ 25-ാമത്തെ ആയത്തായിക്കൊണ്ട് 21-ാമത്തെ അധ്യായം സൂറത്ത് അൻബിയായിൽ പറയുന്നുണ്ട്, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, ഞാനല്ലാതെ യാതൊരു ദൈവവുമില്ല, അതിനാൽ എന്നെ നിങ്ങൾ ആരാധിക്കുമെന്ന് ബോധന നൽകിക്കൊണ്ടല്ലാതെ നിനക്ക് മുമ്പ് ഒരു ദൂതനെയും നാം അയച്ചിട്ടില്ല.
ഈ ഒരു സന്ദേശം നൽകപ്പെടാത്ത ഒരു നബിയും ഒരു ദൂതനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം അല്ലെങ്കിൽ മുന്നം ഉണ്ടായിട്ടില്ല. അന്ത്യപ്രവാചകനാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അറിയപ്പെടുന്ന നമ്മുടെ ആദം നബി അലൈഹി സ്വലാമിന് ശേഷം റസൂലായി കൊണ്ട് വന്നിട്ടുള്ള നൂഹ് നബി അലൈഹി സ്വലാം തൊട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെയുള്ള എല്ലാ നബിമാരും തങ്ങളുടെ ജനങ്ങളോട് ഒന്നാമതായിക്കൊണ്ട് അവരെ ഉപദേശിച്ചതും അവരിലേക്ക് സന്ദേശമായി നൽകിയതും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണ്. ഇത് നാം കൃത്യമായി പഠിക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മുഹമ്മദിൽ പറയുന്നുണ്ട്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആകയാൽ അള്ളാഹു അല്ലാതെ യാതൊരു ദൈവവും ഇല്ലെന്ന് നീ മനസ്സിലാക്കുക. ഇത് നമ്മൾ കൃത്യമായി പഠിക്കുക തന്നെ വേണം സഹോദരങ്ങളെ. കാരണം നമ്മളൊക്കെ ജന്മന മുസ്ലിമായി ജനിച്ചു, നമ്മളുടെ മാതാപിതാക്കൾ മുസ്ലിങ്ങളായിരുന്നു. അതേസമയം ഇസ്ലാം പഠിച്ച് മനസ്സിലാക്കി തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് വരുന്ന ധാരാളം സഹോദരങ്ങളുണ്ട്. അവരും നമ്മളും തമ്മിലൊരു താരതമ്യ പഠനം നടത്തുകയാണെങ്കിൽ അറിയാൻ പറ്റും, പഠിച്ച് മനസ്സിലാക്കി വരുന്നവരൊക്കെ ഇസ്ലാമിക ദാവത്തിൻ്റെ രംഗത്ത് സജീവമായിരിക്കും. കാരണം അവർക്ക് കിട്ടിയ ഈ ഒരു വെളിച്ചമുണ്ടല്ലോ, ഈ നൂറ്, ഈ വെളിച്ചം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം എന്നുള്ള അതീവ താല്പര്യം ഇസ്ലാം പഠിച്ച് മനസ്സിലാക്കി വന്ന് മുസ്ലിങ്ങളിൽ കാണാൻ പറ്റും. അതായത് അമുസ്ലിങ്ങളായിരുന്ന ആൾക്കാർ അവർ മുസ്ലിം ആയതിനു ശേഷം ഒതുങ്ങിയിരിക്കാറില്ല. അവരിൽ കൂടി ഈ സന്ദേശം മറ്റ് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള താല്പര്യം അവർ കാണിക്കും. അതിന് കാരണം ഈ പറഞ്ഞതുപോലെ നീ മനസ്സിലാക്കണം എന്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്. ഈ തൗഹീദിനെ കുറിച്ച് സൂറത്ത് സുമറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. റസൂലുള്ളാഹ് ബോധനം നൽകുന്ന സമയത്ത് പറയുന്നതാണ്, പ്രവാചകരിൽ നിന്നും അബദ്ധം സംഭവിക്കുമോ എന്നുള്ളതിൻ്റെ പേരിലല്ല, വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിക്കൊണ്ടുള്ള ഒരായത്താണ്. വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. തീർച്ചയായും നീ പങ്കാളിയെ ചേർക്കുന്ന പക്ഷം, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, തീർച്ചയായും നിനക്കും നിൻ്റെ മുമ്പുള്ളവർക്കും സന്ദേശം നൽകപ്പെട്ടിട്ടുള്ളതാണിത്. അതായത് അള്ളാഹുവിന് നീ പങ്കാളിയെ ചേർക്കുന്ന പക്ഷം തീർച്ചയായും നിൻ്റെ കർമ്മം നിഷ്ഫലമായി പോവുകയും തീർച്ചയായും നീ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ ആവുകയും ചെയ്യും. ഇത് റസൂലുള്ളാഹി ശിർക്ക് ചെയ്യും എന്നതിൻ്റെ പേരിലല്ല ഈ ആയത്ത്. പക്ഷേ അത്രയും ഗൗരവമാണ്. ഹബീബായ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹബീബായിട്ടുള്ള റസൂലുള്ളാഹിയോടാണ് ഈ താക്കീത്. നബിയെ താങ്കളെങ്ങാനും ശിർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ താങ്കളുടെ കർമ്മങ്ങളും നശിക്കും. പല തക്കൂനന്ന മിനൽ ഖാസിരീൻ, നിശ്ചയമായും താങ്കൾ നഷ്ടക്കാരിൽ പെടുക ചെയ്യും. അപ്പോൾ ഇതൊരു താക്കീത് റസൂലുള്ളാഹിൽ കൂടി സത്യവിശ്വാസികളിലേക്ക് പകർന്നു കൊടുക്കുകയാണ്. ഇനി ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യർക്ക് ഇനി റസൂൽ വരാനില്ല, ഒരു വേദഗ്രന്ഥം അവതരിപ്പിക്കാനില്ല. ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ കൂടി എത്തിയിട്ടുള്ള ഈ സന്ദേശമാണ് ഞാനും നിങ്ങളും പിൻപറ്റേണ്ടത്. നമ്മൾ വേണം ഇതിൻ്റെ വാഹകരാകാനും ഇതിൻ്റെ പ്രബോധകരാകാനും ജനങ്ങൾക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കാനും. തൗഹീദിനെ പണ്ഡിതന്മാർ മൂന്നായി വിഭജിച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് തൗഹീദു ഫിർ റുബൂബിയത്ത്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ രക്ഷാകർതൃത്വത്തിലുള്ള ഏകത്വമാണ് തൗഹീദും ഫിൽ റുബൂബിയത്ത് എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. രണ്ടാമത് തൗഹീദും ഫിൽ ഉലൂഹിയത്തി വൽ ഇബാദത്ത്, ദൈവത്വത്തിലും ആരാധനയിലുമുള്ള ഏകത്വമാണ് അതുകൊണ്ട് ഉദ്ദേശം. മൂന്നാമതായി തൗഹീദും ഫിൽ അസ്മാഇ വ സിഫാത്ത്, അള്ളാഹുവിൻ്റെ വിവിധ നാമങ്ങൾ ഗുണവിശേഷങ്ങളും അതുമായുള്ള ഏകത്വവും. ഈ മൂന്ന് വിഭാഗങ്ങളിലായിട്ട് വരുന്നതിൽ ഒന്നാമത്തേതിൽ ഈ ലോകത്തിൻ്റെ സ്രഷ്ടാവും അതിനെ പരിപാലിക്കുന്നവനും ആഹാരം നൽകുന്നവനും അള്ളാഹു വേണമെന്നുള്ളതാണ് ആ വിശ്വാസം, തൗഹീദുൽ റുബൂബിയത്ത്. എന്നാൽ രണ്ടാമത്തേത് അള്ളാഹുവിൻ്റെ ഇലാഹ് എന്നുള്ള ആ സ്ഥാനം, ആരാധന, അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വരുന്ന സമയത്ത് പരിശുദ്ധ കഅബാലയത്തിൻ്റെ ഉള്ളിൽ തന്നെ 360 പരം വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ ജനത, മക്കയിലെ ഈ മുശ്രിക്കുകൾ, ബഹുദൈവ വിശ്വാസികൾ, അവർ അള്ളാഹുവിൻ്റെ റുബൂബിയത്തിൽ വിശ്വസിച്ചിരുന്നെങ്കിൽ തന്നെയും അള്ളാഹുവിനുള്ള ആരാധനയുടെ കാര്യത്തിൽ, ആ ഇലാഹ് എന്ന കാര്യത്തിൽ മറ്റ് ഒരുപാട് ഇലാഹുകളെ അവർ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അവർ തന്നെ കൈകൊണ്ടുണ്ടാക്കിയിട്ടുള്ള വിഗ്രഹങ്ങളെ പോലും ആ പരിശുദ്ധ കഅബയുടെ ഉള്ളിൽ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ ഗോത്രങ്ങൾക്കും വ്യത്യസ്ത ദൈവങ്ങളും
ദേവന്മാരും ആരാധ്യരും ഉള്ള ഒരു കാലഘട്ടത്തിലായിരുന്നു അള്ളാഹുവിൻ്റെ റസൂല് മക്കയിൽ നുബുവത്ത് കിട്ടിയിട്ട് ഈ സന്ദേശവുമായിട്ട് ജനങ്ങളിലേക്ക് വരുന്നത്. നമ്മളൊക്കെ മദ്രസയിൽ പഠിക്കുകയും ചെറുപ്പത്തിലേ അറിയുന്ന കാര്യങ്ങളാണ്. റസൂലുള്ളാഹിനെ കുറിച്ച് അവരൊക്കെ പറഞ്ഞിരുന്നത് അൽ അമീൻ എന്നായിരുന്നു, വിശ്വസ്തനാണ്. ഖുറൈശി ഗോത്രത്തിൽ, ഹാഷിമി കുടുംബത്തിൽ, ബനു അബ്ദു മനാഫിൽ അബ്ദുൽ മുത്തലിബിൻ്റെ പേരക്കുട്ടിയായിക്കൊണ്ട് ജനിച്ച മുഹമ്മദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ നാട്ടിലെല്ലാവർക്കും വേണ്ടപ്പെട്ടവനായിരുന്നു. പക്ഷേ 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി. അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലായി പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇറങ്ങാൻ തുടങ്ങിയ സമയത്ത് ജനങ്ങളും കുടുംബങ്ങളും വേണ്ടപ്പെട്ടവരൊക്കെ അദ്ദേഹത്തിനെതിരെ തിരിയാനുണ്ടായത്. കാരണം ഈ ഒരുപാട് വിഗ്രഹങ്ങളുണ്ടായിരുന്നില്ല. ഇതിനൊക്കെ വിട്ടിട്ട് ഏകനായ റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ഗുണകാംക്ഷയോട് കൂടിയിട്ട് ഉപദേശിച്ചു കഴിഞ്ഞപ്പോൾ തിരിച്ച് അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അജാൽ ആലിഹത്ത ഇലാഹം വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. നീ എല്ലാ ദൈവങ്ങളെയും കണ്ട് മാറ്റിയിട്ട് ഒരൊറ്റ ദൈവത്തിനാക്കണോ? ഇത് വല്ലാത്ത അത്ഭുതമുള്ളൊരു കാര്യമാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ആ അടുത്തവരൊക്കെയും തന്നെ ഏറ്റവും കൂടുതൽ പ്രവാചകനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കുകയും ആക്രമിക്കുകയും മനുഷ്യചരിത്രത്തിൽ തുല്യതയില്ലാത്ത അത്രയും പീഡനങ്ങൾ പ്രവാചകനും പരിമിതമായ അനുയായികളുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഏറ്റുവാങ്ങേണ്ടുന്ന ദുരവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും 13 കൊല്ലത്തെ മക്ക കാലഘട്ടത്തിൽ പരിശുദ്ധ ഖുർആൻ അവതരിച്ചിട്ടുള്ള ആയത്തുകളും സൂറത്തുകളെല്ലാം തന്നെ തൗഹീദിനെ കുറിച്ചിട്ടും പരലോകത്തെക്കുറിച്ചും ഏകദൈവ വിശ്വാസത്തെക്കുറിച്ചുമുള്ള ആശയങ്ങൾ ഹൃദയങ്ങളിൽ രൂഢമൂലമാക്കാനുള്ള രൂപത്തിലുള്ള ആശയങ്ങളാണ് ആ മക്കി കാലഘട്ടങ്ങളിലെ സൂറകളിലെല്ലാം നമുക്ക് കാണാൻ കഴിയുക. മദീനയിലെത്തിയതിന് ശേഷമാണ് ഒരുപാട് നിയമങ്ങൾ അവതരിക്കുകയും അതുപോലെ തന്നെ ദൈനംദിന ജീവിതത്തിലും മുആമലാത്തുകളിലും വേണ്ടുന്ന നിയമങ്ങളൊക്കെ അവതരിക്കുന്നത് മദനി കാലഘട്ടത്തിലാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ 2 വിഭാഗം സൂറത്തുകളാണ് ഉള്ളത്. ഒന്ന് മക്കി സൂറകൾ, പിന്നൊന്ന് മദനി സൂറകൾ. മക്കി സൂറകളിലൊക്കെ ഈ വിശ്വാസം, അവരിൽ പരലോകത്തെക്കുറിച്ചുള്ളൊരു ബോധം, ഏകനായ അള്ളാഹുവിന് മാത്രം ആരാധിക്കേണ്ടതിൻ്റെ ആവശ്യകത, ഈ ഇബാദത്തിൽ വരുത്തുന്ന അള്ളാഹുവിന് കൊടുക്കുന്ന ഇബാദത്തിൽ വീഴ്ച വന്നു കഴിഞ്ഞാൽ, അത് പിഴച്ചു കഴിഞ്ഞാൽ ആത്യന്തികമായിട്ട് ഇഹവും നശിക്കും, പരലോകവും നശിക്കും. അപ്പോൾ ഖസിറ ദുനിയ വല്ലാഹിറ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ എന്ന് അവർക്ക് താക്കീത് കൊടുത്ത് പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ ആ ഒരു സമൂഹത്തെ വിഗ്രഹാരാധനയിൽ നിന്നും അതുപോലുള്ള മറ്റ് വഴിപഴച്ച വിശ്വാസങ്ങളിൽ നിന്നൊക്കെ മാറ്റി. അവരോട് ആരാണ് മഴ തരുന്നതെന്ന് ചോദിച്ചാൽ അവർ പറയും സയഖൂലൂന അല്ലാഹ്, അള്ളയാണ് മഴ വർഷിക്കുന്നത്. രാവും പകലും ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അതേപോലെ തന്നെ രോഗം തരുന്നതും ശിഫ തരുന്നതും ഇതിലൊക്കെ അവർക്ക് വിശ്വാസം ഉണ്ടെങ്കിലും പക്ഷെ അവർക്ക് അവരുടേതായിട്ടുള്ള കുറേ ഇലാഹുകൾ വേറെ ഉണ്ടായിരുന്നു. ഇന്നും നമ്മളെ ചുറ്റുപാടുകളിൽ നാം കാണുന്ന ഒരുപാട്, നമ്മുടെ ചുറ്റുപാടിലെ അയൽവക്ക പ്രദേശങ്ങളിലൊക്കെയും കാണുന്ന ജാറങ്ങൾ, ഈ ജാറങ്ങളിലേക്ക് സിയാറത്ത് ആയിക്കൊണ്ട് പോകുന്ന ആൾക്കാർ ദൂരപ്രദേശത്തിലേക്ക്, ഇപ്പോൾ എറുവാടിക്ക് പോകുന്നു, അല്ലെങ്കിൽ മമ്പറത്തേക്ക് പോകുന്നു, മുനമ്പത്തേക്ക് പോകുന്നു, പുത്തമ്പള്ളിയിലേക്ക് പോകുന്നു, പെരുമ്പടപ്പിൽ, അതുപോലെ ഈ സിയാറത്ത് ടൂർ ആയിക്കൊണ്ട് നടക്കുന്ന ഒരു വിഭാഗം നമ്മളുടെ കൂട്ടത്തിലുണ്ട്. അവരുടെയൊക്കെ ലക്ഷ്യം എന്താ? അവിടെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് പോണത്. ഇപ്പോൾ ഒരു സിയാറത്തുൽ കുബൂർ എന്ന നിലയ്ക്ക് ഒരു ഖബർ സന്ദർശിക്കുകയാണെങ്കിൽ നമ്മളവിടെ ചുറ്റുപാടിലൊക്കെ ഉണ്ടല്ലോ, അവിടെ ചോല്ലൂരും തൈക്കാടും ബ്രഹ്മകുളത്തൊക്കെ ഉണ്ട്, അവിടെ പോയിട്ട് ഖബറൊക്കെ ഒന്ന് സിയാറത്ത് ചെയ്യണമെന്നുള്ള ആഗ്രഹമാണെങ്കിൽ അതിനല്ല ആത്യന്തികമായിട്ട് പോകണം. നമ്മുടെ മനസ്സിലൊക്കെ ഉള്ള കുറേ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യസാധ്യത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്യാനും ആ മഹാന്മാർ നമുക്ക് വേണ്ടി ദുആ ചെയ്ത് നമ്മളുടെ കാര്യങ്ങൾ സാധിപ്പിച്ചു തരും എന്ന വിശ്വാസമാണ് ഈ വണ്ടിയിൽ കയറിയിട്ട് ബാച്ചായിട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ ഓരോ പ്രദേശങ്ങളിലേക്ക് പോകുന്നത്. ഇത് ഇസ്ലാമിൻ്റെ തൗഹീദിന് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് കത്തി വയ്ക്കുന്ന ഏർപ്പാടാണ്. ആത്യന്തികമായിട്ട് നമ്മളെ പടച്ച തമ്പുരാൻ നമുക്ക് ജന്മം നൽകി നമുക്ക് വേണ്ടുന്ന വെള്ളം, വായു, വെളിച്ചം, അതുപോലെ തന്നെ അന്നം, ഭക്ഷണം, വിശേഷ ബുദ്ധി എല്ലാം നൽകി സംരക്ഷിക്കുന്ന റഹ്മാനായ റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട്, ധിക്കരിക്കുക എന്ന് ഞാൻ പറയുമ്പോൾ അത് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ചെയ്യുന്നതല്ല, പക്ഷെ നമ്മളെ വിശ്വാസത്തിൽ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് സംഭവിക്കുന്നത് അതാണ്. ഈ റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് നമ്മൾ മറ്റ് മേഖലകളിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഏതൊക്കെ രീതിയിൽ നമ്മൾ പേരിട്ടിട്ടും കാര്യമില്ല. കാരണം ജസ്റ്റ് ഒന്ന് ഞങ്ങൾ കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ മമ്പുറത്ത് കയറിയതാണ് എന്നൊരു എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടോ
അതല്ല എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഭാഗത്തേക്ക് തമിഴ്നാട്ടിലേക്ക് കച്ചവട ആവശ്യത്തിന് വേണ്ടി പോയപ്പോൾ ഒന്ന് ഏറുവാടിക്ക് പോയതാണെന്ന് എന്ന് നമ്മൾ മാറ്റി പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ആത്യന്തികമായിട്ട് ചെയ്യുന്നത് അള്ളാഹുവിന് സമന്മാരുണ്ടാക്കുന്ന പ്രവൃത്തിയാണ്. കാരണം നമുക്ക് പ്രയാസം വന്നു കഴിഞ്ഞാൽ തേടേണ്ടത് നമ്മുടെ സ്രഷ്ടാവായിട്ടുള്ള റബ്ബിനോടാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരു മനുഷ്യൻ ജനിച്ച് മരിക്കുന്നത് വരെ അവരുടെ ദൈനംദിന ജീവിതത്തിനും അതുപോലെ തന്നെ ഏത് കാര്യങ്ങളുണ്ടെങ്കിലും എല്ലാറ്റിനും നമുക്ക് മാർഗം നൽകുന്നതും പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്നതും രോഗങ്ങൾക്ക് ശിഫ തരുന്നതും ഏത് വിഷയങ്ങളും എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും എല്ലാം റഹ്മാനായ റബ്ബ് ഏകൻ മാത്രമാണ്. ആ റബ്ബിനെ വേണം നമ്മൾ വിളിച്ച് തേടാൻ പ്രാർത്ഥിക്കാൻ. ഇസ്ലാമിൻ്റെ എല്ലാ കർമ്മങ്ങളും സഹോദരങ്ങളെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഉറപ്പിച്ചിട്ടുള്ളതാണ്. നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് തുടങ്ങിയ എല്ലാ കർമ്മങ്ങളും അള്ളാഹുവിനെ മഹത്വവൽക്കരിച്ചുകൊണ്ട് ഏകനായ റബ്ബിൻ്റെ വഹദാനിയത്ത് അത് ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ മനസ്സിൽ നെയ്യത്ത് ചെയ്തുകൊണ്ട് പ്രാരംഭ പ്രാർത്ഥനയായിട്ട് ചെല്ലുന്ന വജ്ഹത്ത് മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. ഇന്ന സ്വലാത്തി, നിശ്ചയമായി എൻ്റെ നമസ്കാരം, വനുസുക്കി, എൻ്റെ കർമ്മങ്ങൾ, അത് നേർച്ചയാണെങ്കിലും അറവുകളാണെങ്കിലും മറ്റ് കർമ്മങ്ങളാണെങ്കിലും, വ മഹിയായ എൻ്റെ ജീവിതം, വ മമാത്തി എൻ്റെ മരണം, ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവ് റബ്ബിനാണ്. ഏതെങ്കിലും ഒരു ബാഗ്ദാദിൽ മറപ്പെട്ട് കിടക്കുന്ന ഒരു ഷെയ്ഖിനോ ഏർവാടിയിലുള്ള ഒരാൾക്കോ കോഴിക്കോട് എവിടെയെങ്കിലും മരിച്ചു കിടക്കുന്ന ആർക്കോ അല്ല, നമ്മെ പടച്ച് പരിപാലിച്ച് നമ്മെ സൃഷ്ടിക്കുന്ന നമ്മുടെ റബ്ബിനാണ്. ഈ ഒരു സന്ദേശം നൽകപ്പെടാത്ത ഒരു ജനതയും കഴിഞ്ഞിട്ടില്ല സഹോദരങ്ങളെ. നൂഹ് നബി അലൈഹിസ്സലാം തൊട്ട് പ്രബോധന രംഗത്ത് സജീവമായ നൂഹ് നബി അലൈഹിസ്സലാം തൊട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഒരു സന്ദേശമാണ് അവരുടെ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ജനങ്ങളിലേക്ക് മാർഗഭ്രംശം സംഭവിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെയും ഓരോ സമൂഹത്തിലും നബിമാർ വരികയും തിരിച്ച് വഴി പിഴച്ചു പോകുന്ന മനുഷ്യരെ ക്ഷണിച്ചു കൊണ്ടുവന്ന് ഈ ആശയം, ഈ ആദർശം ഇവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സൂറത്ത് അൻആമിൽ 6-ാമത്തെ അധ്യായമായ സൂറത്ത് അൻആമിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, 18ഓളം നബിമാരുടെ പേര് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും ക്ഷണിച്ചിട്ടുള്ളത് ഈ ഒരു സന്ദേശത്തിലേക്കാണ്. ഉലായിക്കല്ലദീന ഹദല്ലാ ഫബിഹുദാഹു മുഖ്തദി, അവരെയാണ് അള്ളാഹു നേർമാർഗത്തിലാക്കിയിട്ടുള്ളത്. അതിനാൽ അവരുടെ നേർമാർഗത്തെ നീ പിന്തുടർന്നു കൊള്ളുക എന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം, ഇസ്മായിൽ നബി അലൈഹി സ്വലാം, ഇസ്ഹാഖ് നബി, യാക്കൂബ് നബി, അതുപോലെ തന്നെ നൂഹ് നബി, മൂസ നബി, ഈസ നബി, ഇലിയാസ് എല്ലാവരുടെയും പേര് പറഞ്ഞുകൊണ്ട് ഇജ്തബൈനാഹും വഹദൈനാഹും ഇലാ സിറാത്തിൻ മുസ്തഖീം, അവരൊക്കെയും ഈ ചൊവ്വായ പാതയിലേക്കാണ് ക്ഷണിക്കുന്നത് എന്ന് ഖുർആൻ പറയുന്നു. നമ്മൾ 17 വക്ത് നിർബന്ധം നമ്മുടെ 5 വക്തിലെ 17 റക്അത്ത് നമസ്കാരങ്ങളിൽ ഇത് ചോദിക്കുന്നുണ്ട് റബ്ബിനോട്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഈ ചൊവ്വായ പാതയിൽ, പാത ഇവിടെ ഉണ്ട് പക്ഷെ അതിൽ ഉറപ്പിച്ച് നിർത്തണേ എന്നുള്ളതാണ് നമ്മളുടെ ആ തേട്ടം. ആ 17 നിർബന്ധ റക്അത്തിൽ ഫജർ തൊട്ടിട്ട് ഇഷ വരെയുള്ള ഈ നമസ്കാരങ്ങൾ, 5 വക്ത് നമസ്കാരങ്ങളിൽ ഇത് റബ്ബിനോട് ചോദിക്കുന്നത് കൂടാതെ ഐച്ഛികമായിട്ടുള്ള നമ്മുടെ നമസ്കാരങ്ങൾ, ഇപ്പം നാഫിലായിട്ടുള്ള നമസ്കാരങ്ങൾ, ഫജറിന് മുന്നേ 2 റക്അത്ത്, ളുഹറിന് മുന്നേ ശേഷം, അതുപോലെ തന്നെ മഗ്രിബിന് ശേഷം, ഇഷാക്ക് ശേഷം, ഇതിലെല്ലാം ഇതേ സന്ദേശം നമ്മൾ ആവർത്തിച്ച് റബ്ബിനോട് ആവശ്യപ്പെടുന്നുണ്ട്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. പക്ഷേ അതൊരു ഭാഗത്ത് ചെല്ലുകയും അതിനൊപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഹക്കായിട്ടുള്ള ഈ ഇലാഹ് എന്ന അവസ്ഥ ഇത് നമ്മൾ മറ്റുള്ളവരിലേക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് വഴിപഴവിലാകും. അപ്പം അതുകൊണ്ട് ഈ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ് എന്ന് കൃത്യമായി നമ്മൾ പഠിക്കുകയും അതനുസരിച്ച് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. ഇതിന് ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഒരു മാർഗ്ഗമാണ് പരിശുദ്ധ ഖുർആൻ പഠിക്കുക എന്നുള്ളത്. അപ്പം ഖുർആനിലെ 54-ാമത്തെ അധ്യായം സൂറത്ത് ഖമർ, അത് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ സമൂഹത്തെ നശിപ്പിച്ച് തൊട്ടുങ്ങ് ഓരോ സമൂഹങ്ങളെയും അവർ അക്രമികളാവുക എന്ന് പറഞ്ഞാൽ എന്താ, ഈ ദീനിൽ അവർ വക്രത വരുത്തി അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് തേടുന്ന സന്ദർഭങ്ങൾ വരുമ്പോൾ
അവരെ നശിപ്പിക്കുക ശിക്ഷിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് ആ ശിക്ഷകളുടെ ഓരോ നടപടിക്രമങ്ങളും വിശദീകരിക്കുന്ന ഈ സൂറത്ത് ഖമറിൽ 4 തവണ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് പറയുന്നുണ്ട്, വലഖദ് യസ്സർനൽ ഖുർആന ലിദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. പരിശുദ്ധ ഖുർആൻ എളുപ്പമാക്കിയിട്ടാണ് ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ആരുണ്ട് ഇത് പഠിക്കാനെന്ന് ചോദിച്ചിട്ട്. ഈ ചോദ്യം എന്നോടും നിങ്ങൾ ഓരോരുത്തരോടുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. ഇത് പഠിക്കാതിരിക്കാൻ, ഹൃദയത്തിലേക്ക് കയറാതിരിക്കാൻ എന്താ ഹൃദയങ്ങൾ പൂട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്. അങ്ങനെ തന്നെ പറയുന്നത്. മലയാളം തഫ്സീർ എടുത്ത് നോക്ക്, സൂറത്ത് മുഹമ്മദിലെ ആയത്താണ്. നമ്മുടെയൊക്കെ ഹൃദയം പൂട്ടിയിട്ടുണ്ടോ എന്ന് നാം ഓരോരുത്തരും ആവർത്തിക്കുക. പരിശുദ്ധ ഖുർആനുമായിട്ട് നമ്മുടെ ബന്ധം എത്രമാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച മാസമാണ് ഇനി വരാൻ പോകുന്ന റമളാൻ. ഖുർആനുമായി ഏറ്റവും കൂടുതൽ അടുക്കാൻ നമുക്ക് സാഹചര്യം കിട്ടുന്ന ഒരു മാസമാണ്. കാരണം തറാവി നമസ്കാരത്തിലും മറ്റും ധാരാളമായിട്ട് പാരായണം ചെയ്യപ്പെടുന്നത്. അതേപോലെ തന്നെ ഇമാമിൻ്റെ പുറകിൽ നിൽക്കുമ്പോൾ സഹോദരങ്ങളെ അതിൻ്റെ അർത്ഥം അറിഞ്ഞിട്ട് നമസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു മധുരമുണ്ട്, ഹലാവത്തുൽ ഖുർആൻ എന്ന് പറയുന്നത്. അതതിൻ്റെ ഓതുന്ന ഭംഗിയും അതിൻ്റെ അർത്ഥങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമസ്കാരത്തിലെ ശ്രദ്ധ മറ്റുള്ളവർക്ക് പോയില്ല. കരയേണ്ട സന്ദർഭങ്ങളുണ്ട്, ആശ്വസിക്കേണ്ട സന്തോഷിക്കേണ്ട സന്ദർഭങ്ങളുണ്ട്. ഇത്തരം വിഷയങ്ങളിലൊക്കെ ഒരു പുനർവിചിന്തനത്തിന് നമ്മൾ തയ്യാറാകണം. അതാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ള. റഹ്മാനായ റബ്ബ് ഇൻഷാ അല്ലാഹ് ഷാബാൻ്റെ എണ്ണപ്പെട്ട ദിവസങ്ങൾ ഇപ്പോൾ ഇന്ന് 15 ഒരു 15 അല്ലെങ്കിൽ 14 ദിവസം കൂടി കഴിയുമ്പോഴത്തേക്കും റമളാനിലേക്ക് പ്രവേശിക്കുകയാണ്. പരിശുദ്ധ ഖുർആനുമായി അടുക്കാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ കാട്ടിത്തന്നതാണ് ഈ പരിശുദ്ധ ഖുർആൻ്റെ ജീവിക്കുന്ന പതിപ്പായി. തൻ്റെ ആ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്താനും പഠിക്കാനും ഒക്കെ നമ്മൾ തയ്യാറാവുകയും ആത്യന്തികമായി പടച്ചതമ്പുരാനെ കണ്ടുമുട്ടുന്ന ആ ഒരു ദിനത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയും വേണം സഹോദരങ്ങൾ. കാരണം നമുക്കൊക്കെ കിട്ടിയ പരിമിതമായ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇവിടുന്ന് മരിച്ചു പിരിയും. ഓരോരുത്തരും ജനിച്ച മനുഷ്യരൊക്കെയും മരിക്കുക തന്നെ ചെയ്യും. അതിനുശേഷം ഒരു ദിവസം റഹ്മാനായ റബ്ബിൻ്റെ മുമ്പിൽ നമ്മളെത്തും. ഈ നൽകപ്പെട്ട അനുഗ്രഹങ്ങളൊക്കെ നമ്മളോട് ചോദ്യം ചെയ്യും. വഖാല റസൂൽ, അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കെതിരെ സാക്ഷി പറയുന്നൊരു ദുരന്തം വരാനുണ്ട്. യാ റബ്ബിന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. എൻ്റെ ഈ സമൂഹം ഇവർ ഈ ഖുർആനെ അവഗണിച്ചവരാണെന്ന് പറഞ്ഞിട്ട് അതിൽ നമ്മൾ പെടാൻ പാടില്ല. അല്ലാഹുവിൻ്റെ റസൂൽ നമുക്കെതിരെ സാക്ഷ്യം പറയുന്ന ഒരു ദുരന്തത്തിന് കാരണം ഈ ഗ്രന്ഥവുമായി നമുക്കുള്ള ബന്ധത്തിനനുസരിച്ചിരിക്കും. ആത്മാർത്ഥമായിട്ട് പഠിക്കാനുള്ള ശ്രമം ഉണ്ടാകുക. എല്ലാ ഞായറാഴ്ചയും ഇവിടെ ഖുർആൻ ക്ലാസ് ഉണ്ട്. ഒരു ദിവസം ഒന്ന് വന്നിട്ട് എന്താണ് പറയുന്നതെന്ന് കേട്ട് നോക്കുക. കഴിയുമെങ്കിൽ വക്തിന് ജമാഅത്തിന് പള്ളിയിൽ വന്നിട്ട് നമസ്കരിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്. തഹിയ്യത്ത് നമസ്കരിച്ച് ഇരുന്ന് കുറച്ച് നേരം ഖുർആൻ പാരായണം ചെയ്തിട്ട് ജമാഅത്തിൽ പങ്കെടുത്തിട്ട് അദ്കാറുകൾ കഴിഞ്ഞ് പോകുമ്പോൾ സുബഹി നമസ്കാരത്തിന് ശേഷമുള്ള ഇവിടെ ഖുർആൻ പഠനത്തിനുള്ള സംവിധാനമുണ്ട്. അതുപോലെ തന്നെ അദ്കാർ സബാഹ് പ്രഭാതത്തിലുള്ള പ്രാർത്ഥനകൾ എല്ലാം നിങ്ങൾ നോക്കിക്കോളൂ. ഒക്കെ അള്ളാഹുവിൻ്റെ വഹദാനിയത്ത് ഉറപ്പിക്കുന്ന ആ രീതിയിലുള്ള ദുആകളാണുള്ളത്. ഒന്നും തന്നെ റഹ്മാനായ റബ്ബല്ലാത്ത മറ്റാർക്കും ഉള്ള ദുആകളില്ല അതിൽ. കേവലം എന്ത് മനസ്സിൻ്റെ വേദനകൾക്കും പ്രയാസങ്ങൾക്കും നമുക്ക് അത്താണിയായിട്ട് ഇറക്കി വയ്ക്കാൻ എൻ്റെ റബ്ബ് മാത്രമേ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവ് അത് മനുഷ്യരിൽ ഉറപ്പിച്ചു കൊടുക്കുന്നതാണ് അദ്കാർ സബാഹും അദ്കാറുൽ മസാഹും. വളരെ ചെറിയ വ്യത്യാസവും പ്രഭാത പ്രാർത്ഥനകളും പ്രദോഷ പ്രാർത്ഥനകളും ആയിട്ടുള്ളൂ. അസ്ബഹന എന്ന് പറയുന്നതിന് പകരം അംസൈന എന്ന് പറയാം. ആ രീതിയിലുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. ഈ പള്ളിയിലെ ഇമാമ് അതിലൂടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിനോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് തരും. അതല്ലെങ്കിൽ ഇവിടുത്തെ പ്രവർത്തകരോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്ത് തരും. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ കിട്ടും ഈ അദ്കാർ സബാഹുകളും മസാഹുകളൊക്കെ. ഹിസ്നുൽ മുസ്ലിം എന്ന് പറഞ്ഞിട്ട് മുസ്ലിമിൻ്റെ സുരക്ഷിത കവചമാണ് ഈ അദ്കാറുകൾ. അതൊക്കെ ഒന്നും തന്നെ അള്ളാഹുവിനോടല്ലാതെ റസൂലുള്ളാഹി പോലും ഒരു ദുആ അതിനകത്തില്ല. എന്നിട്ടാണ് നമ്മൾ ഇന്ന് നമ്മളെപ്പോലെ ജീവിച്ച് മരിച്ച മനുഷ്യരോട് നമ്മുടെ പ്രയാസങ്ങൾക്ക് വേണ്ടി തേടുന്നത്. മാറണം സഹോദരങ്ങളെ, ഒരു മാറ്റത്തിന് നമ്മൾ ചിന്തിക്കണം. അതിന് നാന്ദിയാവട്ടെ ഈ വരുന്ന പരിശുദ്ധ റമളാൻ. എത്ര ആൾ അതിലേക്ക് എത്തുമെന്ന് പോലും നമുക്കാർക്കും അറിയില്ല. പക്ഷേ ആ റമളാനെ പ്രതീക്ഷിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളുമായിട്ട് വേണം നമ്മൾ ഓരോരുത്തരും ഈ ഷാബാൻ പകുതിയിൽ നിന്ന് മുന്നോട്ട് കടക്കാൻ.
ഒരുപാട് അനാചാരങ്ങൾ നടമാടുന്ന ഒരു മാസം കൂടിയാണ്. ഷാബാനിലിപ്പോൾ നോമ്പ് അനുഷ്ഠിക്കുന്ന ആൾക്കാരുണ്ട്. 3 യാസീൻ ഓതുക, അതൊരു ബർക്കത്താന്ന് പറഞ്ഞിട്ട് ഹൈറായിട്ടുള്ള എന്തുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ റസൂൽ ഇവിടുന്ന് പറഞ്ഞു തന്നിട്ട് പോയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ എടുത്തിട്ടില്ലാത്തതാണ് ഷാബാനിലെ നോമ്പ് ബറാത്തിൻ്റെ. അവിടുന്ന് 3 യാസീൻ ഓതാൻ ഒരാളോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഏതെങ്കിലും കാര്യങ്ങൾ റസൂലുള്ള കാട്ടിത്തന്നിട്ട് അത് ചെയ്യാതിരിക്കാൻ നമുക്ക് പാടില്ല. കാരണം ചാണിന് ചാണും മുഴത്തിന് മുഴവും അള്ളാഹുവിൻ്റെ റസൂലിനെ നമ്മൾ പിൻപറ്റേണ്ടവരാണ്. പ്രവാചകൻ കാണിച്ചു തരാത്ത ഒരു കർമ്മം നല്ലതല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുക, എന്നിട്ട് അതിന് പുണ്യം കിട്ടും എന്ന് വാദിക്കുമ്പോൾ ചെയ്യുന്ന ഒരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ, മനിബ്തദ ഫിൽ ബിദഅത്തി ഇസ്ലാമൻ വയറാഹ ഹസനത്തൻ ഫഖദ് സഹമ അന്ന മുഹമ്മദൻ ഖാന റിസാല. ഒരാളോട് കർമ്മങ്ങൾ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക, നോമ്പായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു കർമ്മങ്ങളോ ചെയ്യുക, എന്നിട്ട് അത് നല്ലതല്ലേന്ന് അയാൾ വാദിക്കുമ്പോൾ സംഭവിക്കണം എന്താണെന്ന് വെച്ചാൽ, ഫഖദ് സഹമ അന്ന മുഹമ്മദൻ ഖാന റിസാല, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ റിസാലത്തിൽ കളവ് വരുത്തി എന്ന് പറയുന്നവരായിട്ട് നമ്മൾ മാറും. കാരണം റസൂലുള്ളാഹി കാട്ടി തന്നിട്ടില്ല. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന് പറഞ്ഞ റസൂലുള്ളാഹി ദീൻ പൂർത്തിയായി എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഇവിടെ ഷാബാൻ 15-ൻ്റെ നോമ്പുണ്ടോ നമ്മൾ ഓരോരുത്തരും എടുക്കണം. 3 യാസീൻ ഓതാൻ പറഞ്ഞിട്ടുണ്ടോ നമ്മൾ ഓരോരുത്തരും ഓതണം. പക്ഷേ സ്വഹീഹായിട്ടുള്ള ഒരു തെളിവും ഹദീസുകളും നമുക്ക് കാണാനില്ല. അപ്പം അതുകൊണ്ട് എന്താണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള നിർബന്ധമായി നമ്മൾ ചെയ്യേണ്ടത്, അത് പഠിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്യാൻ ഇഷ്ടം പോലെ ഉണ്ട്. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ ഈ പുത്തനായിട്ടുണ്ടാക്കിയിട്ടുള്ള വിദേഹത്തുകളിലേക്ക് മാത്രം പോകുമ്പോൾ കർമ്മങ്ങൾ ചെയ്തിട്ട് നഷ്ടക്കാരിലാവും. കുൽഹല്ലു നബിയക്കും ബിൽ അഖ്സരീന അഅ്മാല, കർമ്മങ്ങൾ ചെയ്തിട്ട് നഷ്ടക്കാരിലാവുക. അത് ഏറെ അപകടങ്ങൾ ആത്യന്തികമായിട്ട് നമ്മളെ പരലോകത്തെ നഷ്ടപ്പെടുത്തുന്നതാണ് എന്ന തിരിച്ചറിവാണ് സഹോദരങ്ങളെ നമുക്ക് വേണ്ടത്. റഹ്മാന റബ്ബ് കൃത്യമായി തൗഹീദ് മനസ്സിലാക്കി പഠിച്ച് അത് ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് തഖ്വല്ലാഹ യാ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അല്ലാഹുവെ സൂക്ഷിക്കണമെന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യാണ്. റഹ്മാന റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹത്വവും അതുപോലെ തന്നെ ദീൻ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതിൻ്റെ ആവശ്യകതയാണ് സംസാരിച്ചു വന്നത്. അള്ളാഹുവിൻ്റെ ദീൻ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ കേവലം സ്വന്തം ജീവിതത്തിൽ മാത്രം ഒതുക്കാതെ ഇത് പ്രബോധനം ചെയ്യേണ്ടത് നാം ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏറെ അത്യാവശ്യമാണ്. കാരണം ഒരുപാട് മനുഷ്യർ നമ്മളുടെയൊക്കെ കുടുംബങ്ങളിലും അയൽവാസികളിലും പരിചയക്കാരിലും പെട്ടവർ ഈ ഒരു സന്ദേശത്തെ ഗൗരവമായി കാണാതെ കേവല ഭൗതിക ജീവിത സുഖങ്ങളിൽ മാത്രം അടങ്ങിയിട്ട് അങ്ങ് ജീവിച്ചു പോവുകയാണ്. നമുക്ക് മരിക്കണ്ടേ? എല്ലാവരും പറയുന്നൊരു ഡയലോഗാണ് ജീവിക്കണ്ടേ എന്നുള്ളത്. പക്ഷേ അതിനപ്പുറം ഏത് സമയവും ചെരുപ്പിൻ്റെ വള്ളി കാലിൽ എങ്ങനെ ഒട്ടിട്ടുണ്ടോ ഇതുപോലെ മരണവും നമ്മുടെ കൂടെ ഉണ്ട്. എത്രയോ ആൾക്കാർ നമ്മളുമായിട്ട് ഇടപെട്ട് ജീവിച്ചിരുന്ന ആൾക്കാർ രാവിലെ ഒരു ആവശ്യത്തിന് പോയി പിന്നെ തിരിച്ചു വന്നില്ല. ആക്സിഡൻറ്റുകൾ, റോഡുകളിൽ പൊലിഞ്ഞു പോകുന്ന ജീവിതങ്ങൾ, അതേപോലെ തന്നെ മറ്റ് പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങൾ, രോഗങ്ങൾ, ചെറിയ മക്കൾ പോലും പരീക്ഷണങ്ങൾക്ക് വിധേയരാക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ നമ്മളുടെ ചുറ്റുപാടുകളെക്കുറിച്ച് നമ്മളൊരു ബോധം ഉണ്ടാകുക, നമ്മളുടെ മക്കൾക്ക് ദീനിയായിട്ടുള്ള വിദ്യാഭ്യാസങ്ങൾ കൊടുക്കുക, അവർക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുക. ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾ ഇന്ന് ഏറെ പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് അവർ പഠിക്കുന്ന സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഭവിക്കുന്ന ഇപ്പോൾ റാഗിങ്ങിൻ്റെ ഒക്കെ ഗുരുതരമായിട്ടുള്ള ഭീതിതമായിട്ടുള്ള മുഖമാണ് നമ്മൾ കാണുന്നത്. കോമ്പസ് കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചിട്ട് അതിൽ ലോഷൻ ഒഴിച്ചിട്ട് പൊള്ളിപ്പിക്കുകയും ലൈംഗിക അവയവത്തിൽ കനമുള്ള വസ്തു കെട്ടിത്തൂക്കിയിട്ട് പീഡിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന എറണാകുളത്ത് ഒരു കുട്ടി 26ാമത്തെ ഫ്ലോറിൽ നിന്ന് താഴെ ചാടി ആത്മഹത്യ ചെയ്തതിന് കാരണം ആ കുട്ടീനെ കൊണ്ട് ക്ലോസറ്റ് നക്കിപ്പിച്ചു എന്നുള്ളതാണ്.
നമ്മളെ മക്കൾക്കാണ് ഇത് സംഭവിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും സഹോദരങ്ങൾ. അപ്പോൾ ഇവരെ നേർമാർഗത്തിലേക്ക് കൊണ്ടുവരാൻ കിട്ടുന്ന ഒരു സാധ്യതയും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. കാരണം ഈ കുട്ടികൾക്ക് ദിശാബോധം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഈ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്നുണ്ട്. CRE, കണ്ടിന്യൂ റിലീജിയസ് എഡ്യൂക്കേഷൻ, തുടർ മതപഠനം. ഇതെന്താ സംഭവിക്കുന്നത്? നമ്മൾ സ്കൂളുകളിലെ സിലബസും അതുപോലെ തന്നെ അവിടുത്തെ ഷെഡ്യൂളുകളും മക്കൾക്ക് പഠിക്കാനുള്ള ദൈനംദിന സാഹചര്യത്തിൽ പറ്റാത്തതുകൊണ്ട് വീക്കെൻഡിലാണ് ഒരു ദിവസം നമ്മളിങ്ങനെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അവിടെ നിങ്ങളുടെ കുട്ടികളെ പങ്കെടുപ്പിക്കുക. അതിൽ വരുന്ന മാറ്റങ്ങൾ ഇന്ന് നല്ല ചെറുപ്പക്കാരായിട്ടുള്ള കുറേ മക്കളിവിടെ അൽഹംദുലില്ലാഹ് വളരെ സജീവമായിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ മക്കൾക്ക് ഇത്തരം സംരംഭങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യങ്ങളുണ്ട്. ആ കുട്ടികളെ പങ്കെടുപ്പിക്കാനുള്ള ശ്രമം ഉണ്ടാകുക. അതുപോലെ തന്നെ മുതിർന്നവർക്ക് ഞാൻ ആവർത്തിക്കുകയാണ്, കാരണം വേറൊരു രക്ഷയും നമുക്കില്ല. പരിശുദ്ധ ഖുർആനെ അവഗണിച്ചിട്ട് ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല. നമ്മൾ ചിന്തിക്കുന്ന നഷ്ടപ്പെടുമെന്ന് ഭയപ്പെടുന്ന കച്ചവടമോ അതല്ലെങ്കിൽ മറ്റ് ഭൗതിക നേട്ടങ്ങളോ ഒന്നും തന്നെ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയില്ല, റബ്ബിനെ ധിക്കരിച്ച് അവഗണിച്ച് പോയിക്കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലൊരു തിരിച്ചറിവ് ഉണ്ടായേ പറ്റുള്ളൂ. അതിനാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഏറ്റവും പറ്റിയ സമയമാണ് ഈ വരുന്ന പരിശുദ്ധ റമദാൻ. ഈ പള്ളിയിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് പങ്കെടുക്കാനുള്ള സൗകര്യങ്ങൾ, അതുപോലെ തന്നെ നല്ല കഴിവുള്ള പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾ മാർച്ച് 8 തുടങ്ങുന്നുണ്ട്. അത് ആദ്യത്തെ. അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് മറ്റ് പരിപാടികളും പ്രഭാഷണങ്ങളും ഉത്ബോധനങ്ങളും ഉണ്ടാവും. സഹകരിക്കുക. ആത്യന്തികമായിട്ട് സ്വന്തം നേട്ടത്തിനാണ് അത് എന്ന തിരിച്ചറിവ്. പള്ളിയുടെ പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാകണം. ഇതൊക്കെ തന്നെ ആത്യന്തികമായിട്ട് വരുന്നത് നമ്മളെ സംസ്കരിക്കാനും ശുദ്ധീകരിക്കാനുമാണ് ഇത് ഉപയോഗപ്പെടുക എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ അറിയാതെ നമ്മളിതിൻ്റെ ഭാഗഭാക്ക് ആയി മാറും. അപ്പോൾ അതിനുള്ള തൗഫീഖ് നൽകി എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂട്ടത്തിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് മുതിർന്നവർ, വീടകങ്ങളിൽ കെടുപ്പായിട്ടുള്ളവരും പരീക്ഷണങ്ങൾ നേരിടുന്നവരും, ക്യാൻസർ അതുപോലെ തന്നെ മറ്റ് രോഗങ്ങളൊക്കെ ആയിട്ടുള്ളത്. നമ്മളെ ബന്ധത്തിൽപ്പെട്ട അടുത്തുള്ളൊരു ചെറിയ കുട്ടി ഭീകരമായിട്ടുള്ള ഒരവസ്ഥയിലാണ്, ICUവിലാണ് ഉള്ളത്. അത് വെന്റിലേറ്ററിലാണ്. കുറേ ചിലവുകളും രോഗങ്ങളും പരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞൊന്ന് ആശ്വാസത്തിലേക്ക് വന്നിരുന്നതിന് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി നമ്മളോട് ഏൽപ്പിച്ചിട്ടുണ്ട്. ആ കുട്ടിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ശിഫ നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് തന്നെയുള്ള ഒരുപാട് വീട്ടിലും കുടുംബങ്ങളിലുള്ള നമ്മുടെയൊക്കെ സഹോദരങ്ങൾ, അതുപോലെ തന്നെ വിദേശത്തും സ്വദേശത്തും ഒക്കെ ജോലി ചെയ്യുന്ന സാമ്പത്തിക പ്രയാസമുള്ളവർ, ആരോഗ്യ പ്രയാസമുള്ള എല്ലാവർക്കും റഹ്മാനായ റബ്ബ് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. توفنا مسلمين والحقنا بالصالحين. اللهم اهد شباب المسلمين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. أقم الصلاة.